ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബ്ലണ്ടർ ടോക്കിന്റെ പുതിയ വീഡിയോയിലേക്ക്. കാന്താര ചാപ്റ്റർ 1 അസാധ്യ മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, അസാധ്യ മൂവി. എൻ്റെ പൊന്നു മച്ചാമാരെ, ഒരു രക്ഷയില്ലാത്ത മൂവിയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ തിയേറ്ററിൽ പോയിട്ട് കാണുക. ഒരു രക്ഷയില്ലെങ്കിൽ മാത്രം OTTക്ക് വെയിറ്റ് ചെയ്യുക. ആദ്യം തന്നെ പറയട്ടെ, ഇത് OTTയിൽ കാണേണ്ട സിനിമ അല്ല. ഇത് തിയേറ്ററിക്കൽ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന നല്ല പക്ക കൊമേഴ്ഷ്യൽ മൂവിയാണ്. അതുകൊണ്ട് നിങ്ങൾ OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് OTTയിൽ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ഇത് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. കാരണം ഇത് തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ പൊന്നു മച്ചാമാരെ, വേറെ എൻ്റെ ചങ്ങായി എന്താ പറയേണ്ടതെന്ന് പറഞ്ഞൂടാ, വേറെ ലെവൽ പടമാണ് കേട്ടോ. കാന്താര ഫസ്റ്റ് സെക്കൻഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് വരുമ്പം ഫസ്റ്റിനോട് 100% നീതി വൃത്തിയ ഒരു സിനിമ എന്ന് വേണം പറയാനായിട്ട് സെക്കൻഡ്. അപ്പം ടെക്നിക്കൽ വൈസ് ഫസ്റ്റിനെക്കാട്ടിലും കൂടുതൽ 100% ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള സിനിമയും കൂടെയാണ് കേട്ടോ ഈ കാന്താര ചാപ്റ്റർ 1 എന്ന് പറയുന്നുള്ള മൂവി. ടെക്നിക്കലി വെൽ മേക്കിംഗ്, ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. സിനിമയുടെ നല്ല നല്ല കാര്യങ്ങൾ ആദ്യം നമുക്ക് പറഞ്ഞു പോകാം. എന്തെങ്കിലും എല്ലാത്തിനും നെഗറ്റീവും ഈ പറയുന്ന പോലെ പോസിറ്റീവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ കുഞ്ഞു പോസിറ്റീവ് നെഗറ്റീവേ പറയാനുള്ളൂ. അതൊക്കെ നമുക്ക് ലാസ്റ്റ് പറയാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ മേക്കപ്പ്, എൻ്റെ മോനെ മേക്കപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ചുമ്മാ ലൊട്ടിലൊടുക്കും മേക്കപ്പ് ഒന്നുമല്ല, അന്യായമായിട്ട് മേക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പഴയ കാലങ്ങളൊക്കെ കാണിക്കുന്ന ഒരുപാട് സീനുകളുണ്ട് പഴയ കാലഘട്ടത്തിലോട്ടൊക്കെ പോകുന്നത്. അപ്പോഴൊക്കെ എന്താ മേക്കപ്പിൻ്റെ ഒക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായം എന്ന് പറഞ്ഞാൽ അന്യായം. വെൽ മേക്കിംഗ് ആണ് സംഭവം ചെയ്ത് വെച്ചിരിക്കുന്നത്. അടുത്ത മ്യൂസിക്കൊക്കെ നമുക്കറിയാമല്ലോ, കാന്താരയിലെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഇല്ലേ, കട്ട വരുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ തിയേറ്ററിൽ ഇരുന്നുണ്ടല്ലോ, നമുക്ക് ഈ സെക്കൻഡ് പാർട്ടിൽ അതിൻ്റെ ഹെവി സംഭവം വരുന്നുണ്ടോ. നമ്മളങ്ങോട്ട് ഈ പണ്ടൊരു കലാരൂപം ഉണ്ടായിരുന്നു, തുള്ളിത്തുള്ളൽ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ തുള്ളി ശരിക്കും പറഞ്ഞാൽ തുള്ളുന്ന ആള് അതിലേക്ക് കയറി അവരെന്താ ചെയ്യുന്നതെന്നൊന്നും ഒരു ബോധമില്ലാത്ത കളിയായിരിക്കും കളിക്കുന്നത്. അതേപോലെ ഓഡിയൻസ് അങ്ങനെ ആകും കേട്ടോ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഇതിന് പീക്ക് കയറിയിട്ടേ ഇതിൻ്റെ മ്യൂസിക്കും ആ മേക്കിങ്ങും എല്ലാം കൂടെ കയറി നമുക്കിങ്ങനെ ഗൂസ് ബംസ് അടിച്ച് നമ്മൾ ആ ക്യാരക്ടറിനോടൊപ്പം യാത്ര ചെയ്യാൻ തുടങ്ങും. അപ്പോൾ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് നമ്മളൊരു ഈ പറയുന്ന പോലെ ഈ ഋഷഭ് ഷെട്ടിയുടെ ക്യാരക്ടറായി പോകും. അമ്മാതിരി എക്സൈറ്റ്മെൻ്റ് ആയി പോകും നമുക്ക് തിയേറ്ററിൽ ഇരുന്നിട്ട്. അതാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ അഭിനയിച്ച ആൾക്കാർ, ഫസ്റ്റ് ഋഷഭ് ഷെട്ടി, എൻ്റെ മോനെ വേറെ അന്യായം, ഒരു ജാതി ആക്ടിങ്. എൻ്റെ ചായ ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞാൽ പറയാനില്ല. അമ്മാതിരി പടം മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ ഇദ്ദേഹം തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും, അതുപോലെ തന്നെ അഭിനയിച്ചിരിക്കുന്നു. ഇത്രയും വേഷം 100% നീതിയോട് ആ സംഭവം ചെയ്തിട്ടുണ്ട്. ആദ്യ പാട്ടിൽ എന്ത് നമ്മൾ പ്രതീക്ഷിച്ചോ, നമ്മൾ ആദ്യ പാട്ട് പ്രതീക്ഷിച്ച് നമ്മൾ സെക്കൻഡ് പാട്ട് എന്ത് പ്രതീക്ഷിച്ചു പോയോ അതേ സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹൈപ്പിനോട് 100% നീതി പുലർത്തിയിട്ടുള്ള ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കാന്താരയാണ് കേട്ടോ. കാന്താര ചാപ്റ്റർ 1. പുള്ളി ഋഷഭ് ഷെട്ടിയുടെ ഒക്കെ ഓരോ സീനൊക്കെ വരാനുണ്ട് മോനെ. ഈ സിനിമയെക്കുറിച്ച് പിന്നെ കൂടുതൽ പറയുന്നതിന് മുന്നേ കുറച്ച് ആൾക്കാരോട് പറയാനുണ്ട് കേട്ടോ. അതിലൊക്കെ ഞാൻ വരാം. ഋഷഭ് ഷെട്ടി ഒന്ന്, പിന്നെ നമ്മുടെ ജയറാമേട്ടൻ്റെ അവസ്ഥ അറിയാമല്ലോ. മലയാളത്തിൽ നല്ല സിനിമകളൊന്നും ഇല്ല, മലയാളത്തിൽ സിനിമ ചെയ്യുന്നില്ല, വല്ലപ്പോഴൊക്കെ ചെയ്യുന്നുള്ളൂ. അത് ഉള്ളതും അങ്ങനെ വലിയ ഹിറ്റാകുന്നില്ല. ലാസ്റ്റ് വന്ന ഹൊസ്ലറാണ് അത്യാവശ്യം ഓടിയത്. അപ്പോൾ ജയറാമേട്ടൻ ഈ പറയുന്ന ലാസ്റ്റ് റീസെൻ്റ് ആയിട്ട് വന്ന സൂര്യയുടെ ഒക്കെ പടത്തിൽ പോയിട്ട് വെറും കോമാളിക്കളി കളിക്കുന്ന ഒരു ആക്ടറായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ. എന്തിനോ വേണ്ടി അഭിനയിക്കുന്ന ഒരു ആക്ടറായി മാറിയിരിക്കുക. അന്യഭാഷയിൽ പോയിട്ട് ചുമ്മാ കോമാളിക്കളി കളിക്കുന്ന ഒരു ആക്ടറായി മാറിയിരിക്കുക ജയറാമേട്ടൻ. പക്ഷേ കാന്താരയിൽ ഋഷഭ് ഷെട്ടിയോടൊപ്പം അമ്മാതിരി പെർഫോമൻസ്. നമുക്ക് എന്താ ചെയ്യണ്ടേ, ഒരു ഋഷഭ് ഷെട്ടിയുടെ ഒപ്പം വെക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ. അമ്മാതിരി റേഞ്ച് സാധനം, അമ്മാതിരി റേഞ്ച് ആക്ടിങ്. ജയറാമേട്ടൻ പൊളിച്ച്, ഒരു രക്ഷയില്ല. അന്യഭാഷയിൽ പോയിട്ട് ജയറാമേട്ടൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല കിടുക്കാച്ചി റോൾ ഈ കാന്താരയിലുള്ള റോളാണെന്ന് കണ്ണും പൂട്ടി പറയാം. അമ്മാതിരി റോളാട്ടോ ജയറാമേട്ടന് കിട്ടിയൊക്കെ. നല്ല അടിപൊളി ഇടിവിട്ട് സീനാണ് കേട്ടോ ഇരിക്കുന്നത്. അടുത്തത് നമ്മുടെ നായിക രുക്മിണി വസന്ത്. എൻ്റെ മോനെ, സ്ക്രീനിൽ നിന്നുണ്ടല്ലോ ഈ രുക്മിണി വസന്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കുമല്ലോ. ഒരു തരം ഓറയാണ് അവർ ആ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുക. എന്താ രസം എന്നറിയാം. രുക്മിണീനെ ഒരു രാജകുമാരിയായിട്ടാണ് കേട്ടോ, രാജ്ഞിയായിട്ടാണ്. എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. പക്ക ആ ക്യാരക്ടർ അത്രത്തോളം ഋഷഭ് ഷെട്ടി എന്തായാലും ഓഡീഷൻ ചെയ്തിങ്ങനെ എടുത്തത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ക്രീനിൽ നമ്മൾ കണ്ണും മാറ്റില്ല. അമ്മാതിരി ഒരു ഓറയാണ്. ആക്ടിങ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇടിവെട്ട് ആക്ടിങ്. ഇതേവരെ ഇത്ര നല്ലൊരു ആക്ട് ചെയ്ത സിനിമ ഞാൻ കണ്ടിട്ടില്ല. നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്.
അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ഇതിനകത്ത് എല്ലാവരും സെറ്റപ്പ് ആക്കി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പറയാനുള്ള അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ VFX. മോനെ VFX ഒന്ന് രണ്ട് സീൻസ് ഒക്കെ ഉണ്ട്, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറയാനുള്ള. പിന്നെ ബാക്കിയുള്ള VFX എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇതിനകത്ത് നൈറ്റ് ഷോട്ട് ഉണ്ട് കേട്ടോ. നൈറ്റ് സീനുകൾ ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് അതിനൊക്കെ VFXനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രത്യേകിച്ച് സെക്കൻഡ് പാർട്ടിൽ VFXൽ ഒരു കടുവയോ പുലിയോ എന്തോ വരും, പുലിയാണെന്ന് തോന്നുന്നു, പുലി വരുന്നത്, അങ്ങനത്തെ കുറച്ച് സീനൊക്കെ ഉണ്ട് മോനെ. എമ്മാതിരി വർക്കാണെന്നറിയോ. ഈ ഋഷഭ് ഷെട്ടി ഇങ്ങനെ ചാടി വരുന്ന ഒരു സീനുണ്ട്, നിങ്ങൾ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടാവും. ആ മൂണൊക്കെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട്. ആ സീനിന് കിട്ടിയ ഒരു ആ സീനിന് തിയേറ്ററിൽ കിട്ടിയ ഒരു ഇമ്പാക്റ്റ് അറിയോ. ഞാനൊക്കെ കണ്ണ് തള്ളിയിരുന്നു, ശരിക്കും പറഞ്ഞാൽ കണ്ണ് തള്ളിയിരുന്നു. അമ്മാതിരി കിട്ടുകാച്ചി വർക്ക്. എനിക്ക് തോന്നുന്നത് റെഡ് ചില്ലീസ് ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ VFX വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അന്യായമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് രണ്ട് സീന് VFX വലിയ രസമില്ല, പക്ഷേ എങ്കിൽ ഈ പറഞ്ഞ പോലെ സെക്കൻഡ് പാർട്ടൊക്കെ കഴിഞ്ഞാൽ എൻ്റെ അമ്മ പക്ക സാധനമായിട്ടുണ്ട്, ഒരു രക്ഷയില്ലാത്ത സാധനമാണ് കേട്ടോ. പിന്നെ ഈ സിനിമ തുടങ്ങുമ്പോൾ ഈ പഴയ നമ്മൾ ഫസ്റ്റ് പാർട്ടി കണ്ടിട്ട് ഈ പിന്നെ ഋഷഭ് ഷെട്ടി അവിടുന്ന് പിന്നെ വാനിഷായി പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് എന്താണെന്നൊക്കെ ഫസ്റ്റിലൊരു ഗ്രാഫിക്സിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ത്രൂ ഔട്ട് വിഷ്വൽ എഫക്റ്റ് എന്തായാലും അവർ മാക്സിമം പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമോട്ടോഗ്രാഫി, മോനെ സിനിമോട്ടോഗ്രാഫി ഒക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് അരമണിക്കൂർ എടുത്താലും സംസാരിച്ച് തീരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് ആരും കാണുമെന്ന് അറിഞ്ഞൂടെ അല്ലേ തന്നെ 10 മിനിറ്റ് ഇടുന്ന വീഡിയോ പോലും ആരും കാണുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ട് ഇപ്പോൾ ആരും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പിന്നെ സിനിമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കാടാണ് കേട്ടോ. കാട് ഒരു നല്ല ക്യാമറമാൻ്റെ കയ്യിൽ ക്യാമറ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്ക് ഇങ്ങനത്തെ ഒരു കാട് അതുപോലത്തെ ഒരു അന്തരീക്ഷം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി മാക്സിമം അങ്ങ് അഴിഞ്ഞാടും, എക്സ്പ്ലോർ ചെയ്യും മാക്സിമം. അത് ഈ സിനിമയിലുണ്ട് കേട്ടോ. സിനിമാറ്റോഗ്രാഫി ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രെയിമൊക്കെ കണ്ട് നൈറ്റിലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സീനൊക്കെ നൈറ്റാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അതിലൊക്കെ സിനിമാറ്റോഗ്രാഫി ചെയ്ത് വെച്ചിരിക്കുന്നതും എൻ്റെ അമ്മോ ഏതാ ലെവലെന്നറിയോ. അതുപോലെ DI ചെയ്തിരിക്കുന്നത് കളർ ഗ്രേഡൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന പക്ക വേറെ ഇൻ്റർനാഷണൽ ലെവലിലാണ് കേട്ടോ ചെയ്ത് വെച്ചിരിക്കുന്നത്. അമ്മാതിരി പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നു. പിന്നെ എഡിറ്റിംഗ് സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ കൈകാര്യം ചെയ്യുന്ന ഏതാ ലെവല്. ഈ പറയുന്ന പോലെ ഒരു ആദ്യം നമുക്ക് ഈ ഫസ്റ്റ് പാർട്ടി കാന്താര കണ്ടില്ല, അതിൻ്റെ ലാസ്റ്റത്തെ ഒരു 10-15 മിനിറ്റ് നമുക്ക് കിട്ടിയ ഒരു ഗൂസ് ബംസില്ലേ, എന്നാൽ ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ട് മൊത്തം ഗൂസ് ബംസ്. അതിൻ്റെ പീക്ക് ലെവലിലോട്ട് പോകുന്ന അത് ഇട്ടാൽ തുടങ്ങുന്നത്, അങ്ങനത്തെ ഒരു സാധനം ഇട്ടാൽ തുടങ്ങുന്നത്. പിന്നെ അവിടെ നിന്ന് പിടിച്ച് കയറി അതിങ്ങനെ ഗ്രാഫ് മേലേക്ക് പോകണം കേട്ടോ. സെക്കൻഡ് പാർട്ടിൽ കയറുന്ന നമ്മൾ അതിനകത്ത് ചത്തു പോകും. അമ്മാതിരി നമുക്ക് എക്സൈറ്റഡ് ആയി പോകും. അമ്മാതിരി തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ തരുന്നത്. വല്ലാത്തൊരു മേക്കിംഗ് ആയിപ്പോട്ടോ. ഏകദേശം 168 മിനിറ്റോടങ്ങാനുണ്ട് ഈ സിനിമ വരുന്നത്. 125 കോടി മുടക്കിയിട്ടായി സിനിമ ചെയ്തേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഗ്രാഫിക്സ് ഇതിൻ്റെ മേക്കിംഗ് ഒക്കെ കണ്ടാണ്ടല്ലോ മോനെ, ഇംഗ്ലീഷുകാരന്മാർ കോടികൾ മുടക്കിയെടുത്ത് പടം പോലെ നമുക്ക് തോന്നും. അമ്മാതിരി സെറ്റപ്പാണ്. പക്ഷേ ഈ സിനിമയുടെ ആദ്യ പകുതി, ഇനി സിനിമയിലേക്ക് കഥയിലൊക്കെ സ്റ്റോറിയിലൊക്കെ വരാതെ ആദ്യ പകുതി ഈ സിനിമ കാണുമ്പം കുറച്ച് കോമഡിയൊക്കെ ഉണ്ട്. പക്ഷേ അത് അത്ര വർക്കൗട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. കുറച്ച് അരാജകത്വം അല്ലെങ്കിൽ കുറച്ച് വർക്കൗട്ട് ആകാത്ത ഈ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള തമാശ അങ്ങനത്തെ കോമഡിയൊക്കെയാണുള്ളത്. പക്ഷേ ആദ്യം ഞാൻ കണ്ടപ്പോൾ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ വിചാരിച്ച സംഭവം പണി പാളി എന്ന് എനിക്ക് തോന്നി. സംഭവം വലിയ കാര്യമില്ല എന്നുള്ളത്. പക്ഷേ ഇൻ്റർവെല്ലിനോട് അടുത്തൊരു സാധനം വരുന്നുണ്ട് മോനെ. അവിടെ എനിക്ക് അടിച്ച് എന്തോ വരാൻ പോകുന്ന സംഭവം മനസ്സിലായി. പിന്നെ അങ്ങോട്ട് അത് നിന്നിട്ടില്ല. പിന്നെ ഇൻ്റർവെല്ലിന് ശേഷം അതിൻ്റെ ലെവൽ കയറി സാധാരണ കുറച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ഹൈപ്പ് താഴോട്ടിറങ്ങുന്ന നമ്മുടെ ആ എക്സ്പീരിയൻസ് താഴോട്ടിറങ്ങുന്നത്. പക്ഷേ ഇത് കൊടൂരമായിട്ട് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് വേറെ ലെവലിലോട്ട് അതിങ്ങനെ കയറിപ്പോയി. ലാസ്റ്റ് പീക്ക് ക്ലൈമാക്സ് ഒക്കെ ഒന്നും പറയാനില്ല. ഞാൻ എൻ്റെ കഥയൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം സ്പോയിലറാകും. നിങ്ങൾ പോയി തന്നെ കണ്ട് ആസ്വദിക്കേണ്ട ഒരു ഗംഭീര സംഭവം ഇത്. അതുപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർട്ട് വർക്കൊക്കെ ചെയ്തിരിക്കുന്നുണ്ടല്ലോ, പഴയ കാലഘട്ടമൊക്കെ കാണിക്കുന്നുണ്ട്. പഴയ കാലഘട്ടത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ പഴയ കാലഘട്ടമൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനെ ഒരു എന്താ പറയണ്ടേ, മാർക്കറ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഈ ഒരു എന്താ പറയണ്ടേ, ഒരു മാർക്കറ്റ് പോലെ തന്നെ വേറെന്തോ ഇതുണ്ട്, ഞാൻ മറന്നുപോയി, നോട്ട് ചെയ്ത് വെച്ചിരുന്നായിരുന്നു, അപ്പോൾ ഓർമ്മയില്ല. അപ്പോൾ അതുപോലൊരു കടൽ തീരോ അങ്ങനത്തെ പരിപാടിയൊക്കെ പഴയ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അന്യം ആർട്ട് വർക്ക് കേട്ടോ. നമുക്ക് ഒരു മൈന്യൂട്ടായിട്ട് പോലും നമുക്കൊരു മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അമ്മാതിരി രീതിയിൽ ഇവർ സംഭവം ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡബ്ബിങ് അടിപൊളിയായിട്ട് മലയാളം ഡബ്ബിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് വന്ന ഈ
സൂഫ്രം സോയിൽ നിങ്ങൾ കണ്ടല്ലോ ഡബ് ചെയ്തേക്കുന്നത്, നല്ല വൃത്തിയുള്ള ഡബ്ബിങ് ആയിരുന്നു. അതേപോലെ തന്നെ അതിനോടൊക്കെ ഏകദേശം മാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല ഡബ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഈ ഡബ് ചെയ്ത പടം വരുമ്പോൾ അറിയാമല്ലോ, നല്ല സിനിമയാണെങ്കിൽ കൂടെ നമുക്ക് ഈ ഡബ്ബിങ് കേൾക്കും ഭയങ്കര അരോചകമായിട്ട് ഭയങ്കര ഇഷ്ടപ്പെടാണ്ട് പോകും. ഊള ഡയലോഗൊക്കെ ആയിരിക്കും, നല്ല ഡയലോഗൊക്കെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരിക്കും, ചുമ്മാ ഒരുമാതിരി ലോക്കൽ സാഹിത്യം പോലിരിക്കും. പക്ഷേ ഇത് സംബന്ധിച്ച് വരുമ്പോൾ മോനെ ഡബ്ബിങ് അടക്കം ഏറ്റവും സെഡ് കാര്യങ്ങൾ പുള്ളി സംഭവമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ നിങ്ങൾ ആരുടെ റിവ്യൂ കേൾക്കണ്ട, അതിന് കേട്ടാൽ തന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ട് ഒരു മൈൻഡിലൊരു സാധനം വെച്ചിട്ട് നിങ്ങൾ തിയേറ്ററിലോട്ട് പോവുക, തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം. അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം പറയണം, നല്ല സൗണ്ട് സിസ്റ്റം ഉള്ള, നല്ല സൗണ്ട് ക്ലാരിറ്റി ഉള്ള, നല്ല ഓഡിയോ സിസ്റ്റമുള്ള, അതുപോലെ നല്ല വിഷ്വൽ ട്രീറ്റ് ചെയ്യുന്ന സ്ക്രീനുള്ള തിയേറ്ററിൽ തന്നെ പോയിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. കാരണം ഇത് വേറെ പീക്ക് ലെവലിൽ പോകുന്ന ഒരു പടമാണ്. അപ്പോൾ നിങ്ങൾ അതിന് തന്നെ നിങ്ങൾ പോയിട്ട് കാണാനായിട്ട് നോക്കുക. ഋഷഭ് ഷെട്ടിയുടെ ഒക്കെ ഓരോ സാധനം വരുമ്പോൾ എൻ്റെ മോനെ ഒന്നും പറയാനില്ല, നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും കേട്ടോ, എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും, അമ്മാതിരി പെട്ടയ്ക്കുവാണ്. പിന്നെ കാണാൻ പോകുന്നവരോട് ഫസ്റ്റ് പാർട്ട് കാണുമ്പോൾ ഈ റിവ്യൂ ഒക്കെ കണ്ടുപോകും, അയ്യോ എന്തൊക്കെ കണ്ടല്ലോ, ഒന്നും കാണാനില്ല, നിങ്ങൾ വെയിറ്റ്, ഇൻ്റർവെല്ലോട് അടുക്കാറാകുന്നിടം വരെ നിങ്ങൾ ക്ഷമിച്ചിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിന് ശേഷം അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ മോനെ, വേറെ ലെവലായിരിക്കും. നിങ്ങൾ ഈ റിവ്യൂ കാണുന്നതിനെക്കാട്ടിലും ഇരട്ടി എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം കാണുമ്പോൾ അയ്യോ ഇതിങ്ങനെയാണല്ലോ തെറ്റി പിടിച്ച് എഴുന്നേറ്റ് പോലെ നിൽക്കൽ, മാക്സിമം അവിടെ തന്നെ ഇരുന്നിട്ട് കാണുക. ലാസ്റ്റത്തെ ഒരു 10-15 മിനിറ്റ് മാത്രം നിങ്ങൾ കണ്ടാൽ മതി, നിങ്ങൾക്ക് കൊടുത്ത പൈസ വസൂലാകാനായിട്ട്. അമ്മാതിരി മേക്കിങ്ങും സ്റ്റോറി വൈസും ഒക്കെ അടുത്ത ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ പോകുന്നത് നമ്മുടെ ഈ കാന്താര കേട്ടോ. കേരളത്തിലടക്കം വൻ കളക്ഷൻ എന്തായാലും ഉണ്ടാക്കും മോനെ, വേറെ ലെവലിലായിരിക്കും പടം പോകുന്നത്. ആദ്യം ഒരു നാഷണൽ അവാർഡ് കിട്ടി, അടുത്ത നാഷണൽ അവാർഡും ഋഷഭ് ഷെട്ടി തൂക്കാൻ പോവാണ്. അതിപ്പോൾ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണോ കിട്ടുക, മികച്ച നടനുള്ളതാണോ അതോ കഥാകൃത്തിനുള്ളതാണോ എന്നൊന്നും അറിയില്ല. കാരണം ഇതെല്ലാം പുള്ളി ചെയ്ത് വെച്ചേക്കും, ഏത് കിട്ടിയാലും പുള്ളിക്ക് തന്നെ കിട്ടും. അങ്ങനത്തെ ഒരു പടമാണിത്. അല്ല അന്യായമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടോ. ഈ പറഞ്ഞ പോലെ ജയറാമേട്ടൻ, ഋഷഭ് ഷെട്ടി നായികയായിട്ടുള്ള രുക്മിണി വസന്ത്, പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഈ പറയുന്ന പോലെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഇവരെല്ലാം കൂടെ ചേർന്ന് വേറെ ലെവൽ പടമാക്കി വെച്ചിട്ടുണ്ട്. രണ്ടാമതൊന്നും ആലോചിക്കാനേ നിൽക്കണ്ട, തിയേറ്ററിൽ പൊക്കോളൂ. പിന്നെ എനിക്ക് തോന്നുന്നത് 16 വയസ്സിന് മേലെയുള്ള കുട്ടികൾ കാണാമെന്ന് തോന്നുന്നു. പക്ഷേ കുറച്ച് ഇടിയും വെട്ടും കുത്തുമൊക്കെ ഉണ്ടെങ്കിൽ അത്ര വലിയ രക്തച്ചൊരിച്ചിലൊന്നുമില്ല. അത് കാരണം കുട്ടികളെ കൂട്ടി പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഒരുപാട് ഈ പറയുന്നില്ല ഗണങ്ങളും ഭൂതഗണങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ കാന്താര ലാസ്റ്റ് പാർട്ടിൽ ഒരേ ഒരാളാണ് വന്നിരിക്കുന്നത്, ഒരു ദേവഗണോ. അപ്പോൾ ഇതിൽ 2-4 പേര് വരുന്നുണ്ട്. എല്ലാം മികച്ച ഒന്നിനൊന്ന് മെച്ചമുള്ള സംഭവങ്ങളാണ്. ഇഷ്ടം പോലെ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന ലെവലിലൊന്നുമല്ല പടം മേക്ക് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് തിയേറ്ററിലോട്ട് വിട്ടോ, ധൈര്യമായിട്ട് കണ്ടോ, നല്ല തിയേറ്റർ നോക്കിയിട്ട് തിരഞ്ഞെടുത്തിട്ട് പോക്കൂ.